ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. വ്ളോഗായിട്ടില്ല, ആദ്യം ഞാനൊരു ടു ഡു ലിസ്റ്റ് ചെയ്യും കേട്ടോ. എപ്പോഴും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ഇന്ന് സൺഡേ ആണ് കേട്ടോ. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം കോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരാടെ അങ്ങനെയാണ് കോച്ചിങ് ഉണ്ടാവുക. കോച്ചിങ്ങിൽ നമുക്ക് എന്താ ഡെയിലി പഠിക്കാൻ തരും, ടോപ്പിക് എക്സാമായിട്ട് ഡെയിലി പഠിക്കാൻ തരും. അതന്നെ ഒരു 32 പേജൊക്കെ ഉണ്ടാവും. മുഴുവനൊന്നും തീരൂല, എന്നാലും മാക്സിമം ഞാൻ തീർക്കും. കാരണം മോളെ കൊണ്ടും പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പം തീരണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇപ്പം നാളത്തെ ടോപ്പിക്ക് എനിക്ക് തന്നിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രപതിൻ്റെ അതും ഇംപീച്ച്മെൻറ്റ് അതൊക്കെയാണ് തന്നിട്ടുള്ളത്. പിന്നെ രാഷ്ട്രപതിമാർ അവരുടെ പുസ്തകങ്ങളൊന്നും തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പം ഞാൻ ഏകദേശം ഒരു 10-12 പേജ് തീർത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ തീർക്കണം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഡിസംബറിലാന്ന് തോന്നുന്നുണ്ട് വരുന്നുള്ളത്. പിന്നെ അതുപോലെ VFA വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. VFA വരുന്നുണ്ട്. പിന്നെ അതുപോലെ OA വരുന്നുണ്ട്. അങ്ങനെ കുറേ എക്സാംസ് വരുന്നുണ്ട്. ഡിഗ്രി ബേസ് കുറേ എക്സാംസ് വരുന്നുണ്ട്. ഡിഗ്രിക്കാരൊക്കെ മാക്സിമം ഡിഗ്രി തന്നെ നോക്കുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി നമ്മൾ LDനേക്കാളും ഡബിളല്ല, അതിനേക്കാളും ഡബിളാണ് എൻ്റെ സാലറി എന്ന് പറയുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഒരു ജോബ് നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പഠിത്തം നിർത്താൻ തോന്നിയില്ല. എന്താ പറയുക, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും പഠിച്ചു പോകും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ പണിയൊക്കെ തീർത്ത് കയറുമ്പോഴത്തേനും നല്ല ക്ഷീണമാവും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കിടക്കും കേട്ടോ. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് നേരം മോളെടുത്ത് കിടക്കും. എന്നിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങാം. നമ്മൾ നമ്മുടെ സെൽഫ് കെയറും കൂടെ നോക്കണമല്ലോ. അങ്ങനെ പഠിക്കാൻ തുടങ്ങും. പിന്നെ മോള് പഠിക്കാൻ സമ്മതിക്കുമോ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് സമ്മതിക്കില്ല. ചില സമയത്ത് എന്താ പറയുക, മടിയിൽ കയറിയിരിക്കുക പഠിക്കുമ്പം, അങ്ങനെയൊക്കെയാണ് കളി ചില സമയത്ത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. വീട്ടുകാരൊക്കെ അത്യാവശ്യം നമ്മളെ സപ്പോർട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് വീട്ടുകാരെ സപ്പോർട്ടും നമ്മുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവർ PSC പഠിച്ചിട്ട് എത്ര കാലമായി പോകുന്നത്, ഞാനിപ്പം ഒരു 5-6 മാസമായി PSC പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്താ പറയുക, കാണുന്നവരൊക്കെ ചോദിക്കുന്നത് കഴിഞ്ഞോ എപ്പോഴാണ് ജോലി കിട്ടുക. പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർക്കൊന്നും അറിയില്ല എത്ര കാലം പഠിക്കണം എന്നോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോയി പെട്ടെന്ന് കിട്ടുന്ന ഒരിതാണ്, കുറച്ച് പഠിച്ചാൽ മതി, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ്. പക്ഷേ വീട്ടുകാരെ സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവർ പറയും, എൻ്റെ അടുത്ത് ഇവരിങ്ങനെയാണ് പറയുക, എന്താ പറയുക, പുറത്തുള്ളവരെ കാര്യം നോക്കണ്ട, നീ പഠിച്ചോ പറയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്നല്ല, ഞാൻ ജോലിക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു പൈസ വേണ്ടാന്നാണ് പറയുക. പക്ഷേങ്കിൽ എൻ്റെ അംബീഷൻ ഒരു ജോബ് വേണമെന്നുള്ളത്, അതുകൊണ്ട് മാത്രമാണ് എന്നെ വിടുന്നത്. അപ്പം പിന്നെ എൻ്റെ അംബീഷൻ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ സ്വപ്നം കാണുക, നമ്മുടെ APJ പറയുന്ന പോലെ സ്വപ്നം കാണുക, എന്തായാലും കിട്ടും, കിട്ടാണ്ട് നിൽക്കില്ല. എല്ലാവരും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഏത് ബുക്കെന്നോ, സീക്രട്ട് ഓഫ് മൈ ലൈഫോ, സീക്രട്ട് അങ്ങനെ എന്തോ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആ ബുക്ക് വായിച്ചു നോക്കുക. ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ്. നമുക്ക് എന്താ പറയുക, നല്ലൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് ആ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ. പഠിക്കാനും എന്ത് ചെയ്യാനും നല്ലൊരു ഇൻസ്പിറേഷനാണ് ആ ബുക്ക്. അങ്ങനെ മോൾ ഉറങ്ങുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും നേരം പഠിക്കാൻ പറ്റുന്നത്. പിന്നെ മോൾ എണീറ്റാൽ പിന്നെ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ഫാമിലി സപ്പോർട്ടുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് പോകുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക,
ഇപ്പം നമുക്ക് 30 പേജൊക്കെ പഠിക്കാൻ തരുമ്പോൾ 30 പേജൊന്നും എന്തായാലും തീർക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ SCERT പഠിക്കണം, NCERT നമ്മൾ റാങ്ക് ഫയൽ മാത്രം എപ്പോഴും SCERT NCERT ഫസ്റ്റ് തീർക്കണം, എന്നിട്ട് റാങ്ക് ഫയൽ നോക്കണം. അപ്പം ഞാൻ SCERT NCERT ഓരോ ചാപ്റ്റർ ഞാൻ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും തീരില്ല. പിന്നെ പഠിക്കുന്നത് എന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിക്കാം. മീൻസ് നാളെ എക്സാം ഉണ്ട്, അത് വിചാരിച്ചിട്ട് നമ്മൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമാണ് കേട്ടോ ഞാൻ പറയുന്നത്, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ നാളത്തെ എക്സാമിൻ്റെ ആ ഒരു ഇതിൽ കഴിഞ്ഞ് അത് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുന്നത് വൃത്തിക്ക് പഠിച്ചിട്ട് പോവാം. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഞാനിപ്പം ഒരു 4 എക്സാംസ് എഴുതിയിട്ടേ ഉള്ളൂ കേട്ടോ. 4 എക്സാം ഈ 2024 ഞാൻ എക്സാം എഴുതിയത്. ഇത് ലാസ്റ്റ് LGS ആയിരുന്നു. LGS കിട്ടണമെന്നുണ്ടായിരുന്നു, കുറച്ച് മരിച്ച് പഠിച്ചിരുന്നു, പക്ഷേ LGS കിട്ടിയില്ല. SCERT മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ടഫായിരുന്നു എനിക്ക്. LGS കിട്ടിയില്ല. ഇനി LGS എഴുതാനും പറ്റില്ല, ഡിഗ്രി ഉള്ളതിനെ കൊണ്ട് ഇനി LGS എഴുതാനും പറ്റില്ല. എന്തായാലും കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇനി വരാനിരിക്കുന്നത് നോക്കാനാണ് വിചാരിക്കുന്നത്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോക്കണം. അതുപോലെ VFA വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. VFAക്ക് LD സിലബസാണ്, അപ്പം മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളവിടെ OMR എക്സാം നടക്കും കേട്ടോ വീക്ക്ലി. അപ്പം അറിയാത്ത ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, കുറേ തെറ്റുണ്ടാവും, കുറേ നെഗറ്റീവ് ഉണ്ടാവും. അതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ടോപ്പിക് ഞാൻ എന്ത് ചെയ്യും, പഠിക്കും. അപ്പം ആ ഒരു ഭാഗത്ത് നിന്ന് ഇനി ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ അതിന് ശേഷം ഞാൻ എന്താ പറയുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, ഇപ്പോൾ 2024 ഫിസിക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രീവിയസ് ഇയർ ഫിസിക്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അതും നല്ല യൂസ്ഫുള്ളാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുള്ളാണത്. പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ട് സെക്ഷൻ ആക്കിയിട്ട് ചെയ്യാൻ വലിയ എന്താ പറയുക, യൂട്യൂബിൽ കുറേ ക്ലാസ്സസൊക്കെ ഉണ്ട് ഫിസിക്സിന് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ സെപ്പറേറ്റ് ക്ലാസ്സസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യാം. PSC എന്താ പറയുക, PYQ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അങ്ങനെ എഴുതിയാൽ മതി. 2022, 23, 24 ഇവിടുന്ന് തുടങ്ങിയാൽ മതി. അതിന് മുമ്പിലേക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ PSCൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഡെയിലി അല്ല വീക്ക്ലി മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ അവിടുത്തെ OMR കൂടാതെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കൂടി വരുന്നുണ്ട്. ഇതിലില്ലാത്ത കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പൊക്കെ എനിക്ക് ഫസ്റ്റിലൊക്കെ എനിക്ക് 12, 18, 20 മീൻസ് 26, 24, 18 അങ്ങനെയായിരുന്നു കളിക്കൽ. പിന്നെ കൂടി ഇപ്പം 53 വരെ വന്നിട്ടുണ്ട്. പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും കേട്ടോ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റും. കാരണം ഞാൻ കുറേ പ്രാവശ്യം ഡ്രോപ്പ് ആയ ആളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ.